അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. പ്രിയമുള്ളവർ, ഇന്ന് കേൾക്കാൻ സാധിച്ചത് വളരെ ദുഃഖകരമായൊരു വാർത്തയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇതിൻ്റെ കേന്ദ്ര മുഷാവറ അംഗവും അതോടൊപ്പം സമസ്തയുടെ ഉപാധ്യക്ഷനുമായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന UM അബ്ദുറഹ്മാൻ മുസ്ലിയാർ അദ്ദേഹം വഫാത്തായ വാർത്ത ഒരിക്കലും താങ്ങാൻ പറ്റാത്ത ഒരു വാർത്തയാണ്. 100-ാം വാർഷം ആഘോഷിക്കുന്ന ഒരു സുദിനവേളയിലേക്ക് ഇനി മാസങ്ങളോളം കടന്ന് അതിൻ്റെ ഒരു സന്തോഷത്തിലിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉപാധ്യക്ഷൻ മരണപ്പെട്ടെന്നുള്ള ദുഃഖവാർത്ത നമുക്ക് കേൾക്കാൻ സാധിച്ചത്. ഇത് ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ടവരെ താങ്ങാൻ പറ്റാത്തൊരു വാർത്തയാണ്. ഷെയ്ഖിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഇത്തരത്തിലുള്ള മരണങ്ങളെക്കുറിച്ച് എന്തിനാണ് ഇത്രയും വല്ലാത്ത ബേജാറാകുന്നതും വല്ലാത്ത സങ്കടം വല്ലാത്ത ദുഃഖം വരാനുള്ള കാരണം എന്തറിയോ? ആലിമ്യങ്ങളുടെ മരണം അത് വല്ലാത്തൊരു മരണമാണ്. അതിനെ ആലിമ്യങ്ങളെ കുറിച്ച് അറിയുന്നവർക്ക് അതിൻ്റെ ഗൗരവം അറിയുകയുള്ളൂ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല പറയുന്നു, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ. അള്ളാഹുവിൻ്റെ അടിമകളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ അത് ഉലമാക്കൾ മാത്രമാണ്. ഉലമാക്കൾക്ക് തീർച്ചയായും അള്ളാഹു ആരാണ് എന്ന് കൃത്യമായി അറിയുകയുള്ളൂ. അങ്ങനെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ കൂട്ടത്തിൽ ഉലമാക്കളാണ്. അള്ളാഹുവിൻ്റെ ഭയത്തെക്കുറിച്ച് പഠിപ്പിക്കപ്പെടുന്ന ശബ്ദങ്ങൾ ഇവിടെ നിന്ന് മാഞ്ഞു പോകുമ്പോൾ ഭൂമിയിൽ നിന്ന്, എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് വലിയ നഷ്ടമാണ്. അറിവുള്ളവർ ജീവിച്ചിരിക്കുമ്പോൾ ഈ സമൂഹം തെറ്റിലേക്ക് പോകുമ്പോൾ അതിന് തിരുത്താൻ ഒരാളുണ്ടാകും. അവർ മരണപ്പെടുക എന്നുള്ള ആ വാർത്തകൾ അന്ത്യനാൾ അടുക്കുമ്പോൾ ഇൽമ ഉയർത്തപ്പെടുമെന്ന് പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നല്ലാഹ ലാ യഖ്ബലുൽ ഇൽമ, അള്ളാഹു നെഞ്ചിന്നിങ്ങനെ ഇൽമ ഊറുകയല്ല ചെയ്യുന്നത്. വലാക്കിൻ യഖ്ബലുൽ ഇൽമു ബിഖബ്ദിൽ ഉലമാ, ഉലമാക്കൾ മരിക്കുക എന്നുള്ളതാണ്. ഉലമാക്കളുടെ മരണം, എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് വലിയ ദുഃഖമാണ്. അതിനെക്കുറിച്ച് മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൗത്തുൽ ആലിമി, ആലിമിൻ്റെ മരണം എന്നുള്ളത് മുസീബത്തുൻ, വല്ലാത്തൊരു മുസീബത്താണ്, വല്ലാത്തൊരു നഷ്ടമാണ്. ആ നഷ്ടം ലാ തുജ്ബറു, ഒരിക്കലും പരിഹരിക്കപ്പെടാൻ പറ്റൂല. മറ്റേതും നമുക്ക് പരിഹരിച്ചെടുക്കാം. ആലിമിങ്ങളുടെ മരണം അത് വലിയ നഷ്ടമാണ്. അത് പരിഹരിക്കാൻ പറ്റാത്തൊരു നഷ്ടമാണ്. പരിഹരിക്കാൻ ആവാത്തൊരു നഷ്ടം ഒരു സംഭവിക്കുകയാണെങ്കിൽ അത് വലിയ ദുഃഖമായിരിക്കും. കാരണം വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഒരു ഹദീസിൽ ഇങ്ങനെയാണ്, ഇത് ജനങ്ങളിൽ നിന്നിട്ട് ആലിമീങ്ങളുടെ മരണം അത് അന്നാസു റുഊസൻ ജുഹാല, ആലിമീങ്ങളെ മരിക്കുമ്പോൾ എന്താക്കും, ഇവിടെ ജാഹിലീങ്ങൾ അവരായിരിക്കും ഈ സമൂഹത്തിന്റെ നേതൃത്വ സ്ഥാനത്ത് വരിക. ജുഹാലിങ്ങൾ നേതൃത്വത്തിൽ വന്നാൽ എന്ത് സംഭവിക്കും? ഫഅഫ്തു ബിഗൈറിൽ ഇൽം, അവർക്ക് ഇൽമില്ലല്ലോ, ഇൽമില്ലാതെ അവർ ഒരുപാട് ഫത്വകൾ പറയും. ആ ഫത്വകളെ കൊണ്ടുണ്ടാകുന്ന നഷ്ടം എന്താണ്? ഫളല്ലു വഅളല്ലു, അവരും സ്വയം പിഴക്കുകയും മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യും. നോക്കൂ, ഇന്ന് ഓരോ ഫത്വകൾ കേൾക്കുമ്പോൾ തന്നെ നാം അത്ഭുതപ്പെടുകയാണ്. ഇന്ന് എല്ലാവരും ഫത്വ നൽകുകയല്ലേ? എല്ലാവരും ഇന്ന് സമൂഹ മാധ്യമങ്ങൾ കയറിക്കൊണ്ട് എന്തെങ്കിലും ഉസ്താദന്മാരോ ആലിമ്യങ്ങളോ ഏതെങ്കിലും ഒരു കാര്യത്തെ വിമർശിച്ചാൽ എന്തോ ഒരു ന്യായീകരണമാണ്, എന്തോ ഒരു ഫത്വകളാണ്. അത് കേൾക്കുമ്പോൾ പലരും ഇടയ്ക്ക് സംസാരിക്കും, പറയുന്നതിൽ കാര്യമുണ്ടല്ലോ എന്നാണ്. അവരെ ബുദ്ധിപരമായ രീതിയിലുള്ള ഫത്വകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പിഴപ്പിക്കുക. അവർ സ്വയം പിഴക്കുക മാത്രമല്ല, അവർ സ്വയം പിഴച്ചാൽ അതുകൊണ്ട് വലിയ നഷ്ടമില്ല. ഇത് വളല്ലു, മറ്റുള്ളവരും പിഴപ്പിക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഇങ്ങനെ പിഴ ഉണ്ടാകുന്നത്? അത് ഉലമാക്കളുടെ നഷ്ടമാണ്. ഉലമാക്കളെ കുറിച്ച് പറഞ്ഞത് അൽ ഉലമാ വറസത്തുൽ അംബിയ, ഉലമാക്കൾ എന്ന് പറയുന്ന അംബിയ മുർസലുകളെ അനന്തരാവകാശികളാണ്. അനന്തരാവകാശികൾ നഷ്ടപ്പെടുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, വലിയ നഷ്ടമാണ് ഈ സമൂഹത്തിൽ ഉണ്ടാകുന്നത്. അള്ളാഹു ജീവിച്ചിരിപ്പുള്ള ആലിമീങ്ങൾക്ക് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു നൽകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ ഇൽമ നുകരുന്ന സദസ്സുകളിലൊക്കെ നാം പങ്കെടുക്കണം, അവരെ ബഹുമാനിക്കണം. ജീവിച്ചിരിക്കുന്ന ആലിമീങ്ങളുമായിട്ട് നല്ല ബന്ധം നാം പുലർത്തണം. എന്തിനാണ്? നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാതിരിക്കാൻ, നാം മരിക്കുന്ന നേരം ഈമാനോട് കൂടി മരണപ്പെടാൻ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, നമുക്കറിയില്ല. നാം എപ്പോഴാണ് അവരെ കുറിച്ച് അറിയുന്നത്? അവർ മരണപ്പെട്ടതിൻ്റെ ശേഷമാണ്. നമ്മുടെ തൊട്ടടുത്ത് എത്ര വലിയ പണ്ഡിതന്മാരുണ്ടായല്ലോ. പലരും ഈ അടുത്ത് ബഹുമാനപ്പെട്ട ജബ്ബാർ ഉസ്താദ് മിത്തബിൽ മരണപ്പെട്ടു പോയി. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ദറജ ഉയർത്തി കൊടുക്കട്ടെ. പലരും എന്നോട് പറഞ്ഞു, ഇത്ര ഒരു വലിയ പണ്ഡിതനായിരുന്നു അയാൾ, നമ്മുടെ കാലരികിലുണ്ടായിട്ട് പോലും, എൻ്റെ പ്രിയപ്പെട്ടവർ, പലർക്കും അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഒരുപാട് അറിവുകൾ നുകരാനും അവിടെ നിന്ന് പോകാൻ നമ്മുടെ കുട്ടികളെ ഇത്തരത്തിലുള്ള വലിയ വലിയ പണ്ഡിതന്മാരുടെ അരികിൽ പോയി അവർക്ക് ഇൽമു നുകരാനുള്ള അവസരങ്ങൾ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അവർ ആലിമീങ്ങളായി വളരണം. നോക്കൂ, ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഷെയ്ഖുന മരണപ്പെട്ട ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ
പലർക്കും വല്ലാത്ത ദുഃഖമായി. ഒരുപാട് വാട്സപ്പുകളിലും പലരിലും ഇങ്ങനെ ബഹുമാനപ്പെട്ട ഒരു മരണത്തെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ്. എന്തുകൊണ്ട്? അത് വല്ലാത്ത നഷ്ടമാണ്. മൗത്തുൽ ആലിമി സുൽമത്തുൽ ഫിൽ ഇസ്ലാം, അത് ഇസ്ലാമിൽ തന്നെ ഒരു പൊട്ടലാണ്. ഇസ്ലാമിൽ ഒരു ആലിമിൻ്റെ മരണമുണ്ടായാൽ വല്ലാത്ത പൊട്ടൽ ഇസ്ലാമിന് സംഭവിക്കുമെന്നാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു ചോദ്യമുണ്ട്, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, വിവരമുള്ളവരും വിവരമില്ലാത്തവരും അവർ സമന്മാരാണോ എന്നുള്ള ചോദ്യം. നോക്കൂ, വിവരമില്ലാത്തവർ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെ നേതൃത്വ സ്ഥാനത്തിൽ വന്നാൽ വലിയ പിഴമാണ് നമ്മുടെ സമൂഹത്തിനുണ്ടാകുന്ന, വലിയ നഷ്ടമാണ്. ഇന്ന് തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ ചില വാർത്തകൾ, ചില സംഭവങ്ങളൊക്കെ നാം കേൾക്കുമ്പോൾ നാം തന്നെ അത്ഭുതപ്പെട്ടു. വലിയ വലിയ ജാഹിലിങ്ങൾ ഇന്ന് വലിയ വലിയ നേതൃസ്ഥാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവർക്കുള്ള ഓരോ വിഷയങ്ങളും ഓരോ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്ത സങ്കടപ്പെടുന്നു. എന്തുകൊണ്ട്? ആലിമീങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആലിമീങ്ങൾ ഇരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, തീർച്ചയായും നമ്മുടെ തിന്മകളെ കാണാൻ ഒരാളുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സന്തോഷം. കാരണം നമുക്ക് തെറ്റ് വരുമ്പോൾ തിരുത്താൻ ഒരാളുണ്ടല്ലോ എന്നാ. കാരണം തിരുത്തുന്നവർ തന്നെ നഷ്ടപ്പെട്ടാൽ അത് സമൂഹത്തിനുണ്ടാക്കുന്ന വലിയ നഷ്ടമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട UM അബ്ദുറഹ്മാൻ മുസ്ലിയാർ, സമസ്തയുടെ ഉപാധ്യക്ഷനാണ്, കേന്ദ്ര മുഷാവർ അംഗവും കൂടിയായ ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല പരലോകത്ത് പരലോകത്ത് അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആ നന്മകൾ അള്ളാഹു സ്വീകരിക്കട്ടെ. അത് ഖബ്റിൽ വലിയ ഒരു മുതൽക്കൂട്ടാക്കട്ടെ, ഖബ്ർ പ്രകാശിപ്പിച്ചു കൊടുക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സാധിക്കുന്നവർ ഒരു ഫാത്തിഹ ബഹുമാനപ്പെട്ടവരുടെ പേരിൽ, കാരണം ഈ സമൂഹത്തിന് വേണ്ടി, ഈ സമുദായത്തിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ച ഒരാളാണ്, ഒരുപാട് ശിഷ്യന്മാരുള്ള വലിയ ഒരു പണ്ഡിതനാണ്. നമുക്ക് നഷ്ടമെന്ന് പറഞ്ഞാൽ അത് വലിയ നഷ്ടമാണ്, ഒരിക്കലും പരിഹരിക്കപ്പെടാൻ പറ്റാത്ത നഷ്ടം. നമ്മിൽ നിന്ന് ഒരുപാട് ആളുകൾ, ആലിമ്യങ്ങൾ ഇങ്ങനെ തുടരെ മരണങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുക. എത്ര ആളുകളാണ് ഈ അടുത്ത് മരണപ്പെട്ടു പോയത്? യുവാക്കളായ ഒരുപാട് പണ്ഡിതന്മാർ മരണപ്പെട്ടു. ഈ അടുത്താണല്ലോ ബഹുമാനപ്പെട്ട ബാക്കവി ഉസ്താദ് നമ്മിൽ നിന്ന് മരണപ്പെട്ടു. അങ്ങനെ എത്ര മരണങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മിൽ നിന്നുണ്ടായത്. വലിയ വലിയ പണ്ഡിതന്മാരാണ്. ആ വലിയ വലിയ ഇൽമിൻ്റെ ബഹറുകൾ പോലത്തെ പണ്ഡിതന്മാർ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പരിഹരിക്കാനാവാത്ത ഒരു നഷ്ടം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ വളർന്നു വന്നാൽ തീർച്ചയായും അത് സമൂഹത്തിന് വലിയ നഷ്ടമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ബഹുമാനപ്പെട്ടവരുടെ പേരിൽ സാധിക്കുമെങ്കിൽ ഒരു യാസീൻ, അതിനും സാധിക്കുന്നില്ലെങ്കിൽ ഒരു ഫാത്തിഹയെങ്കിലും, അതിനും സാധിക്കുന്നില്ലെങ്കിൽ ഒരു കുൽഹു അല്ലാഹു അഹദ് എങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ നാം അവരുടെ പേരിൽ ഓതി അദിയ ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അവർ നമ്മുടെ സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി അവർ കഠിനാധ്വാനം ചെയ്തവരാണ്. സമസ്തയുടെ ആലിമീങ്ങളെന്ന് പറയുന്നത് അവർ ചില്ലരക്കാരല്ല, അവർ വലിയ ഔലിയാക്കളെ വലിയ സ്ഥാനത്തുള്ളവരാണ്. കാരണം അത്രയും നിഷ്കളങ്കരായ ആളുകളാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ 40 മുഷാവർ അംഗങ്ങളെക്കുറിച്ച് അവരെ അടുത്ത് ഇടപഴകുമ്പോഴാണ് നമുക്ക് അവരുടെ ആരാണ് എന്ന് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ല. പ്രായമുള്ളൊരു ഉസ്താദ് എന്ന രീതിയിൽ ചില ആളുകൾ കാണുന്നുണ്ട്. അങ്ങനെയല്ല, അത് വലിയ നഷ്ടമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല അദ്ദേഹത്തെ ഞങ്ങളെല്ലാവരും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ. എല്ലാവരുടെ പ്രാർത്ഥനയിൽ വേണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.